പ്രിയ സ്നേഹിതരെ, ഒരു കാർ നിർമ്മാണ ഫാക്ടറിയിൽ നമ്മൾ ചെന്നാൽ ഒരു കാർ നിർമ്മിക്കുന്നതിന് വളരെ മുൻപ് തന്നെ ഇതിൻ്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ വളരെ ഗഹനമായ ഗവേഷണങ്ങൾ നടത്തി ഇതിൻ്റെ രൂപകൽപ്പന, ഇതിൻ്റെ പ്രവർത്തന ശൈലി, ഇതിന് ഘടിപ്പിക്കേണ്ട യന്ത്രങ്ങൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഡിസൈൻ ചെയ്ത് അത് നിർമ്മാണത്തിലേക്ക് പോകുന്നു. നിർമ്മിച്ചു കഴിയുമ്പോഴോ ഇതിൻ്റെ പ്രവർത്തനം ആർക്കാണോ ആവശ്യം അവർക്ക് വേണ്ടത്ര ഉണ്ടാകുന്നുണ്ടോ എന്ന് അവർ വീണ്ടും പരിശോധിക്കുന്നു. പോരായ്മകളുണ്ടെങ്കിൽ ഇതിന് വേണ്ട രൂപകൽപ്പന, ഇതിൻ്റെ ഡിസൈനിലൊക്കെ മാറ്റം വരുത്തി അവർ വീണ്ടും ഒരു പുതുമയോടുകൂടി ആ കാറ് നിരത്തുകളിൽ ഇറക്കുന്നു. അപ്പോൾ ഏതൊരു കാര്യം മനുഷ്യൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉപയോഗം വേണ്ടത്ര ഉദ്ദേശിക്കുന്നത് പോലെ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തും. കാരണം എന്താ? നമുക്ക് നിയന്ത്രണം കുറേയേറെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിയേ, കൊടുങ്കാറ്റ്, അഗ്നിപർവ്വതം, തിരമാലകൾ, കാലാവസ്ഥ, ഭൂമി കുലുക്കം, ഇവയൊക്കെ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമാണ്. ഒരു കൊടുങ്കാറ്റ് വന്നാൽ നമ്മൾ അതിനെ ചെറുക്കുവാനുള്ള വിദ്യ കൈവശമാക്കിയിട്ടുണ്ടെന്നല്ലാതെ ആ കൊടുങ്കാറ്റിനെ ഇല്ലാതാക്കുവാനോ കൊടുങ്കാറ്റിനെ നിർത്തൽ ചെയ്യുവാനോ ഇന്നും മനുഷ്യർ കഴിഞ്ഞിട്ടില്ല. ഭൂമി കുലുക്കം അതേപോലെ തന്നെയാണ്. അപ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമാണ്. അവിടെയാണ് നമുക്ക് പറയാൻ കഴിയും നിശ്ചയമായിട്ടും ദൈവം ഭൂമിയെ നിയന്ത്രിക്കുന്നു, ദൈവം അന്തരീക്ഷത്തെയും ആകാശമണ്ഡലങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ദൈവം ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ സമ്മതിച്ചു കഴിയുമ്പോൾ നമ്മളെ ദൈവം നിയന്ത്രിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും ഓരോ അവസ്ഥകളെയും ദൈവം നിയന്ത്രിക്കുന്നുണ്ടോ? നമ്മുടെ ജനനം, നമ്മുടെ മരണം, നമ്മുടെ ജീവിതം ചുരുങ്ങിയ ചില നാളുകൾ മാത്രമാണെങ്കിൽ അവിടെ ആരാണ് നിയന്ത്രിക്കുന്നത്? അവിടെയും നമ്മൾ സമ്മതിക്കേണ്ടി വരും, മനുഷ്യനെന്ന നിലയിൽ എന്നെ നിയന്ത്രിപ്പാൻ, എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുവാൻ വളരെ കുറച്ച് മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും ദൈവം നിയന്ത്രിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ അതിര്, ദൈവത്തിൻ്റെ രാജ്യം എവിടെ വരെ, ദൈവത്തിൻ്റെ നിയന്ത്രണം ഏത് അളവ് വരെയാണ് എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ പറയണം, ദൈവമേ, അങ്ങയുടെ നിയന്ത്രണം, അങ്ങയുടെ ഭരണം, അങ്ങയുടെ നിയമവാഴ്ച ഏതുവരെ ഉണ്ടെന്ന് എനിക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമായതുകൊണ്ട് ഞാൻ ഈ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച്, ദൈവമേ, അങ്ങ് എന്നെ നിയന്ത്രിക്കണമേ, എൻ്റെ ചിന്തകളെയോ എൻ്റെ തീരുമാനങ്ങളെക്കാൾ ഉപരി ദൈവം എന്നെ നിയന്ത്രിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയും. ഇനിയും ദൈവം നമ്മളെ നിയന്ത്രിക്കുന്നതിലും ഏത് അളവ് വരെയുണ്ട്. അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത നമ്മൾ അറിയേണ്ടത്. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു എന്ന് മനസ്സിലാക്കിയാൽ സൃഷ്ടികർത്താവ് ദൈവമാണെങ്കിൽ ആ സൃഷ്ടിച്ചവനും ഒരു ഉദ്ദേശമുണ്ട്. ഈ സൃഷ്ടി എന്തിനു വേണ്ടിയാണ്? ഒരു കാറ് ഉൽപ്പാദിപ്പിച്ചെടുക്കുമ്പോൾ, നിർമ്മിച്ചെടുക്കുമ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് തീരുമാനിക്കുന്നത് പോലെ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്യണം, ഈ ഭൂമിയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ, ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: ദൈവം മനുഷ്യരെ സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവൻ ഭൂമിയിൽ പടർന്ന് നിറഞ്ഞ് ഭൂമിയെ അടക്കി വാഴട്ടെ. ഇതാണ് മനുഷ്യരെക്കുറിച്ച് ദൈവം തീരുമാനിച്ചത് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയെങ്കിൽ, ദൈവം മനുഷ്യനെ നിർമ്മിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ മനുഷ്യനായിരുന്നേ മതിയാകൂ. ഇല്ല എങ്കിൽ നമ്മളെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നത് ഒരു രൂപകൽപ്പനയ്ക്ക് ഒരു മാറ്റം വരുത്തണം, ഒരു വ്യതിയാനം വരുത്തണം, ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് ഉപയോഗപ്രദമാകണം എന്ന് ദൈവം തീരുമാനിക്കുന്നു. ഞാൻ പറയട്ടെ, മനുഷ്യരെക്കുറിച്ച് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്: എന്ത് വേണം, എന്ത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള
ഒരു സ്വാതന്ത്ര്യം കൂടെ ദൈവം മനുഷ്യർ കൊടുത്തു എന്നുള്ളതും വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഒരു കാറ് നിരത്തുകളിൽ ഇറങ്ങി നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിൽ വളരെയധികം കാര്യങ്ങളുണ്ട്. ഇത് എങ്ങോട്ട് തിരിക്കണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ, എത്ര വേഗത്തിൽ ഇത് ഓടിക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഇതേപോലെ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യർക്ക് കൊടുത്ത ഒരു സ്വാതന്ത്ര്യമാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെയെങ്കിൽ ആ സ്വാതന്ത്ര്യം, തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യർ കൊടുത്തത് എന്തിനെന്ന് ചോദിച്ചാൽ, സൃഷ്ടികർത്താവായ ദൈവത്തെ വേണമോ, ദൈവത്തെ അനുസരിക്കണമോ, ദൈവത്തെ ധിക്കരിക്കണമോ, വേറെ രീതിയിൽ ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് വേറെ ദിശയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നീക്കണമോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്ക് ദൈവം കൊടുത്തു. നമുക്കറിയാം, ഒരുപക്ഷെ അറിയാമായിരിക്കും ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, ദൈവം നമ്മളെ രൂപകൽപ്പന ചെയ്തപ്പോൾ നമ്മുടെ വിധങ്ങളെക്കുറിച്ച്. ഈ കാര്യങ്ങളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.